ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇന്നേ എൻ്റെ ഒരു കൊച്ചോണമാണ്. അപ്പം നമുക്ക് എന്നത്തെയും പോലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് തന്നെ തുടങ്ങാം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഏത് നല്ല വിശേഷ ദിവസം ഉണ്ടെങ്കിലും എനിക്കിവിടെ വന്ന് എൻ്റെ കൊങ്ങാണ്ടിരപ്പനെ കണ്ടൊരു ഹായ് ഹലോ പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവത്തില്ല കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ചക്കിയും അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ഹീറോ യാദൂട്ടനും ഉണ്ട്. നമ്മൾ വന്ന സമയം അമ്പലത്തിൽ അധികം ആരും ഇല്ലായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, വന്നവരൊക്കെ തൊഴുത് വീട്ടിൽ പോയി. നമ്മൾ വന്നപ്പോഴേ കുറച്ച് ലേറ്റായി. മെയിൻ കാരണം ഈ സാരി ഉടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. അപ്പം നമ്മളിനി തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം പാൽപ്പായസം. അപ്പം നേരെ പാൽപ്പായസം വാങ്ങിക്കാൻ പോകാം കേട്ടോ. കോടിയൊക്കെ എടുത്തേ എല്ലാവരും നല്ല സുന്ദരനും സുന്ദരിമണികളുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽപ്പായസം വാങ്ങിക്കാൻ പോകാം. തിരുമേനി എല്ലാവരുടെയും പാത്രത്തിൽ അവരവർക്ക് വേണ്ടതിനനുസരിച്ച് പായസം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസമൊക്കെ വാങ്ങിച്ച് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നേ. ഓണം എന്ന് പറയുമ്പോൾ അത്തപ്പൂക്കളും ഒരു സദ്യയൊക്കെ വേണ്ടേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കൊച്ചത്തപ്പൂക്കളാണ് കേട്ടോ. നമ്മുടെ പാടത്തും പറമ്പിലും ഉള്ളതും മാത്രം ഇട്ടിട്ടുള്ള ഒരു അത്തപ്പൂക്കളും പിന്നെ ഒരു കൊച്ചു സദ്യ എന്ന് പറയുന്നത് കുറച്ച് വിഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, എല്ലാം മറ്റുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന രണ്ടാൾക്കാരുണ്ട്. ഒന്ന് എൻ്റെ സ്വന്തം ഭർത്താവും പിന്നെ എൻ്റെ സ്വന്തം അനിയനും. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഈ ഫുഡൊക്കെ കഴിച്ച് യാതൊട്ടും നമുക്ക് സദ്യ കഴിക്കുന്ന പറഞ്ഞു തരുന്നുണ്ട്. സദ്യ എങ്ങനെയാണ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണം. ഇന്ന് നമ്മൾ സദ്യയിലുണ്ടല്ലോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ബോളി. ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി സാധനമായിരുന്നു. ക്രെഡിറ്റ് മുഴുവൻ ചക്കിക്കാണ്. ചക്കി ഉണ്ടാക്കിയതാ, സൂപ്പർ സാധനമായിരുന്നു. അച്ഛനോട് അറിയാതെ ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞതാണ്. അച്ഛനത് കുളവാക്കിയോന്നൊരു സംശയമില്ലാതില്ല. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അടുത്ത ഓണത്തിന് നമ്മൾ മിസ് ചെയ്ത 2 പേര് ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ.